അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള. അപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇതിക്ക് വേണ്ടി 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് തോടെല്ലാം ചെത്തി എടുത്തിട്ട് വരാം. തോടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിപ്സ് അരിയുന്നില്ലേ ഈ ഭാഗം, ഇതിൻ്റെ ഇവിടെ കൊണ്ട് നമുക്കിത് ചീകിയെടുക്കാം. ഇതേപോലെ ചീകിയെടുക്കണം. ഇതേപോലെ എല്ലാം ചീകിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നൈസായിട്ട്. ഇതേപോലെ കത്തി വെച്ച് അറിയാമെന്നുള്ളവർക്ക് കത്തി വെച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതുപോലെ നൈസായിരിക്കണം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം, ചെറുതായിട്ട്. ഇനി കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയുള്ളൂ. ഇതേപോലെ എടുക്കണം, കണ്ടില്ലേ. നമുക്കിനി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം, ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ എടുക്കണം. അപ്പം ഞാൻ വെള്ളത്തിലിട്ടിരിക്കുന്ന ഇത് കറുത്ത് പോകാതെയും അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് 2 വെള്ളം കൂടെ കഴുകിയിട്ട് ഒരു അരിപ്പയിലോട്ടാക്കാം. അപ്പോൾ എല്ലാം ഒരു അരിപ്പയിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു വെള്ള തുണി വിരിച്ചിട്ട് അതിലോട്ട് നമുക്കിതൊന്ന് വെള്ളം വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തോർന്ന് കിട്ടണം. അതിലേക്ക് വേണ്ടി ഈ വിരിച്ച് നമുക്കൊന്ന് ഒപ്പിയെടുക്കണം. 1/2 കിലോയാണ് 3 കിഴങ്ങ്. ഇതേപോലെ ഒന്ന് ഒപ്പിയെടുക്കണം. ഒപ്പിയെടുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കാം ഒപ്പി. അപ്പോൾ ഞാൻ വെച്ചിട്ട് 2-3 മണിക്കൂറായേ. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാൻ കാറ്റിൽ വേണമെങ്കിൽ വെച്ച് ഉണക്കിയെടുക്കാം, കാരണം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ. സാവധാനം ചെയ്താൽ മതി എന്നുള്ളവർ ഇതേപോലെ. എനിക്ക് വേറെ ജോലികളുണ്ടായിരുന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമായത്. ഞാൻ ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടില്ലേ, 1/2 കിലോ തന്നെ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാവാണ്. വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം അത് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇതില്ലേ, അതിലോട്ട് ഇട്ട് കൊടുക്കാം. കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്താൽ അത്രയും നല്ലത്. നമുക്ക് സൗകര്യമായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റും.
ഇത് കോട്ടിങ്ങായി കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ മാവ് ചേർക്കുന്നത്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയെല്ലാം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലാണ് ഇതുവരെ എണ്ണ ചൂടായിട്ടുള്ളത്. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇപ്പോൾ എണ്ണ എല്ലാം വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു അരിപ്പിലോട്ട് മാറ്റാം. ഇനി അടുത്തത് ഇതേപോലെ വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കുറേ എൻ്റെ മോൻ വാരിക്കൊണ്ട് പോയി കേട്ടോ വറുത്തത്.